പ്രിയമുള്ളവരെ, കർണാടകയിൽ നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. കർണാടകയിലെ സർക്കാർ വക വസ്തുക്കളും സ്ഥാപനങ്ങളുമൊക്കെ ഇനി ഏതെങ്കിലും സംഘടനകൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കർണാടക സർക്കാരിൻ്റെ അനുവാദം വേണ്ടി വരും എന്ന ഒരു ബില്ല് കർണാടക നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ. എന്തായാലും കർണാടകയിൽ കോൺഗ്രസ്സിന് ഭൂരിപക്ഷമുള്ളത് കൊണ്ട് തന്നെ ആ ബില്ല് പാസ്സാക്കും. ആ ബില്ല് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നാണ് RSSകാരൊക്കെ പറയുന്നത്. ശരിയാണ്, അത് RSSനെ ഉദ്ദേശിച്ചുകൊണ്ട് കോൺഗ്രസ് സർക്കാർ പാസ്സാക്കുന്ന ഒരു ബില്ലാണ്. അതായത് ഇനി മുതൽ RSSന് കർണാടകയിലെ സ്കൂളുകളോ അതുപോലെയുള്ള സർക്കാർ സ്ഥാപനങ്ങളോ ഒന്നും പരേഡിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന വ്യക്തമായ സന്ദേശം സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാർ നൽകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും TK ശിവകുമാറും വളരെ വ്യക്തമായ ഒരു തന്ത്രം RSSനും BJPക്കും എതിരെ എടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് വ്യക്തമാകുന്നത്. മിക്കപ്പോഴും മിക്ക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സർക്കാർ RSSനെതിരെയൊക്കെ ശക്തമായ നടപടികൾ എടുക്കുവാൻ വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ കർണാടകയിൽ TK ശിവകുമാർ അധികാരത്തിൽ വന്നതിന് ശേഷവും അതിനു മുമ്പ് സിദ്ധാരാമയ്യയും വളരെ കൃത്യമായി തന്നെ സംസ്ഥാനത്തെ RSSനെതിരെ വ്യക്തമായ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് ഇതെന്നാണ് സംസ്ഥാനത്തെ പൊളിറ്റിക്കൽ വിശകലനം ചെയ്യുന്ന ആളുകളൊക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിശകലനം. അതായത് ഇനിമേൽ കർണാടകയിൽ സർക്കാർ വക സ്കൂളുകളിലോ അതുപോലെയുള്ള സ്ഥാപനങ്ങളിലോ RSSൻ്റെ ഇടപെടലുകൾ ഉണ്ടാകില്ല. പ്രത്യേകിച്ചും കർണാടകയെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യയിലെ RSSൻ്റെ അല്ലെങ്കിൽ BJPയുടെ ഒരു പരീക്ഷണശാലയായിട്ടാണ് അറിയപ്പെടുന്നത്. നോർത്ത് ഇന്ത്യയിൽ അത് ഗുജറാത്തായിരുന്നു. ഗുജറാത്തിൽ അത് പരീക്ഷിച്ച് വിജയിച്ചതാണ്. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ കുറച്ചുകൂടി ശക്തമായ ഒരു സ്ട്രോങ് ഹോൾഡ് കോൺഗ്രസിനുള്ളത് കൊണ്ട്, പ്രത്യേകിച്ചും കർണാടകയിലുള്ളത് കൊണ്ട് ഒരു പ്രാവശ്യവും 2 പ്രാവശ്യവും ഒക്കെ BJP അധികാരത്തിൽ വന്നുവെങ്കിലും രാജ്യത്താകമാനം BJP നിരന്തരം അധികാരത്തിൽ വരുന്നുണ്ടെങ്കിലും കർണാടകയിൽ കോൺഗ്രസിന് അധികാരം തിരിച്ചു പിടിക്കുവാൻ കഴിഞ്ഞു. കോൺഗ്രസ് അവിടെ മനസ്സിലാക്കുന്ന ചില കാരണങ്ങളുണ്ട്. കാരണം അവിടെ ഒരു ഹൈന്ദവ ക്രോഡീകരണം നടത്തുന്ന വണ്ണം BJP വർഗീയ വിഷയം കലർന്ന ഈ പരാമർശങ്ങളൊക്കെ നടത്തിയാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകും എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നുണ്ട്. അതാണ് കോൺഗ്രസ് ഈ വർഗീയപരമായ ഈ പ്രസ്താവന നടത്തുന്ന ആളുകൾക്കെതിരെയൊക്കെ ശക്തമായ നടപടികൾ കർണാടകയിൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കർണാടകയിൽ അത്തരം ഈ വിവാദപരമായ പ്രസ്താവന നടത്തുന്ന ആളുകളുടെയൊക്കെ എണ്ണം കുറഞ്ഞു വരും. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇപ്പോൾ കേരളത്തിൽ നടത്തുന്ന അത്ര ഒരു വിവാദപരമായ പ്രസ്താവന കർണാടകയിൽ നടത്തുന്നില്ല എന്നത്. അതായത് കർണാടക സർക്കാർ കുറച്ചുകൂടി ശക്തമായി RSSനെതിരെ പ്രതികരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും അവിടെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയുടെ മകൻ പ്രിയങ്ക ഖാർഗെയാണ്. അദ്ദേഹത്തിൻ്റെ RSS വിരുദ്ധ നിലപാടുകളൊക്കെ പ്രസക്തമാണ്. RSSനെ നിരോധിക്കണം എന്ന ഒരു അഭിപ്രായമുള്ള ആളാണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ RSS രജിസ്ട്രേഡ് സംഘടനയല്ല, RSSന് വരുന്ന ഫണ്ടുകളെക്കുറിച്ച് പഠിക്കണം, പരിശോധിക്കണം എന്നൊക്കെ നിർദ്ദേശിക്കുന്നുണ്ടായി. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട പരാതി അദ്ദേഹം RSSൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷന് തന്നെ കൊടുത്തു എന്നൊരു പ്രത്യേകതയുണ്ട്. അതായത് കർണാടക കുറച്ചുകൂടി വ്യക്തമായി, ഒരുപക്ഷെ കഴിഞ്ഞ തവണ പിണറായി വിജയൻ സർക്കാർ എടുക്കാത്ത നടപടികൾ അതുപോലും ഒരുപക്ഷെ എടുത്ത സർക്കാരുകളാണ് സിദ്ധാരാമയുടെയും ഒപ്പം TK ശിവകുമാറിൻ്റെയും എന്നൊക്കെ നമുക്ക് വിവക്ഷിക്കാം. കാരണം ഇടതുപക്ഷത്തിന് ഒരു നയമുണ്ട്, അത് മിക്കപ്പോഴും ഫാസിസ്റ്റ് വിരുദ്ധമാണ്. പക്ഷേ കഴിഞ്ഞ പിണറായി സർക്കാർ അത്തരം നടപടികൾ എടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ് വ്യക്തം. മിക്കപ്പോഴും വെള്ളാപ്പള്ളി നടേശനൊക്കെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടും അവർക്കെതിരെ നടപടികൾ എടുക്കുന്നതിന് കാലതാമസം നേരിട്ടു പിണറായി സർക്കാരിൻ്റെ കാലത്ത്. പക്ഷേ വളരെ കൃത്യമായി തന്നെ നടപടികളുമായിട്ട് TK ശിവകുമാർ സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു അവലോകനമായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വയ്ക്കേണ്ടത്. നേരത്തെയും പ്രിയങ്ക ഖാർഗെയുടെ ഭാഗത്തു നിന്ന് RSSൻ്റെ പരേഡുകൾ തടഞ്ഞുകൊണ്ടുള്ള ചില ഘടനാപരമായ ചില തീരുമാനങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കൽബുർഗി ജില്ലയിൽ RSS നടത്തിയ ഒരു പരേഡിന് അനുമതി കൊടുക്കാതെ തഹസീൽദാർ തടഞ്ഞു വെച്ചു. പിന്നീട് RSS അത് കോടതിയൊക്കെ പോയി ആ പരേഡ് നടത്തുവാനുള്ള അനുമതി വാങ്ങിച്ചെടുക്കുകയായിരുന്നു. അതായത് വളരെ വ്യക്തമായി തന്നെ ഒരു RSS വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ആളാണ് മല്ലികാർജ്ജുന ഖാർഗെയും ഒപ്പം അദ്ദേഹത്തിൻ്റെ മകൻ പ്രിയങ്ക ഖാർഗെയും എന്നത് കർണാടകയെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകതയാണ്. അതാണ് കോൺഗ്രസ് സംബന്ധിച്ച് കൂടുതൽ RSS വിരുദ്ധമായ തീരുമാനങ്ങൾ കർണാടകയിൽ എടുക്കുന്നത് എന്ന ഒരു വിശകലനം വരികയാണ്. മറ്റൊന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ വളരെ വ്യക്തമായി ഈ RSSനെതിരെ മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ ഒരു നിലപാടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരുപക്ഷെ നേരത്തെ മുൻപുണ്ടായിരുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ അവരൊരു ജനാധിപത്യ മര്യാദയിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് RSSൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അത് കോൺഗ്രസ് സംബന്ധിച്ച് തിരിച്ചടിയായിട്ടുണ്ട്. പിന്നീട് കോൺഗ്രസ്സിന് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തവണ്ണം അധികാരം നഷ്ടപ്പെടുന്നതിന് RSSൻ്റെ കേഡർ പ്രവർത്തനങ്ങളൊക്കെ
കാരണമായിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെ അവർക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നത് കോൺഗ്രസിന് തിരിച്ചടിയുമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അധികാരം കിട്ടുന്ന സംസ്ഥാനങ്ങളിൽ RSSനെതിരെയുള്ള ശക്തമായ ഒരു പ്രതികരണം ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒക്കെയും ഒരു തീരുമാനം എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളും വിശകലനങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആദ്യത്തെ പരീക്ഷണശാലയായിരിക്കാം കർണാടക എന്ന രീതിയിൽ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു ബില്ലിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന ഒരു പ്രത്യേകതയും ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വാക്കേണ്ടത്. മറ്റൊരു കാര്യം, ജാതീയതയുമായി ബന്ധപ്പെട്ട ചില ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ചില പ്രസ്താവനകൾ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഇന്ന് രാജ്യസഭയിലുണ്ടായി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഭാഗത്ത് നിന്ന് എന്ന് പറയുമ്പോൾ അത് വളരെ വിഷമകരമാണ്. അദ്ദേഹം ഏകദേശം കണ്ണീരണിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, താൻ ഹരിദ്വാറിൽ ഒരു കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. അതിനുശേഷം അവിടെ ശ്രീരാമകൃഷ്ണ സേനയുടെ പ്രവർത്തകർ താൻ പ്രസംഗിച്ച വേദി ശുദ്ധികലക്ഷം ചെയ്തു, താൻ ഒരു ദളിതനായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് വളരെ വേദനാജനകമാണ്. കാരണം കോൺഗ്രസിനെ പോലെയുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പ്രസ്ഥാനത്തിൽ പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നിട്ട് പോലും അദ്ദേഹം പ്രസംഗിക്കുന്ന വേദി അദ്ദേഹം ഒരു പിന്നോക്ക വിഭാഗക്കാരനാണ് എന്നതിൻ്റെ പേരിൽ അത് ശുദ്ധികലശം ചെയ്ത് അത് ശുദ്ധീകരിക്കുക എന്ന രീതിയിലേക്ക് RSS പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ സംഘപരിവാര പശ്ചാത്തലമുള്ള ശ്രീരാമസേന എന്ന് പറയുന്ന ഒരു സംഘടന പോകുമ്പോൾ ആ സംഘടന ഉയർത്തിക്കാണിക്കുന്ന ഹിന്ദു ഐക്യം എത്രത്തോളം പ്രാവർത്തികമാണ് എന്ന ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. എന്തായാലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് അധ്യക്ഷൻ്റെ വിഷമകരമായ പ്രസ്താവന നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി ഇത്രയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും നിലനിൽക്കുന്ന ജാതീയതയുടെ ക്രൂരതയുടെയൊക്കെയും ഒരളവ് സൂചിപ്പിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം കൂടി ഇതോടനുബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഉത്തരേന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ ഒരു സ്കൂളിൽ ഒരു ദളിത് സ്ത്രീയെ പാചകക്കാരിയായി നിയമിച്ചതിൻ്റെ പേരിൽ ആ സ്കൂളിൽ നിന്ന് ആളുകളൊക്കെയും ഒഴിഞ്ഞുപോയി, കുട്ടികളെയൊക്കെ പിൻവലിച്ചു. ആ സ്കൂൾ കഴിഞ്ഞ 3 മാസമായി പ്രവർത്തിക്കാതിരിക്കുകയാണ് എന്ന ഒരു ദുഃഖകരമായ കാര്യം കൂടി അദ്ദേഹം ഈ അവസരത്തിൽ രാജ്യസഭയിൽ പരാമർശിക്കുന്നുണ്ട്. അതായത് വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. സ്വാതന്ത്ര്യം നേടി ഇത്ര പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജാതീയതയുടെ മതത്തിൻ്റെയൊക്കെ അതിർവരമ്പുകൾ എത്രത്തോളം സ്ട്രോങ് ആണെന്നതിൻ്റെ ഒരു തെളിവായി ഇത്തരം പരാമർശങ്ങൾ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്തായാലും ഉത്തരേന്ത്യയിൽ കാണുന്ന ചില രാഷ്ട്രീയ മാറ്റങ്ങൾ അത് ദൂരവ്യാപകമായ ചില പ്രതിഫലങ്ങളുള്ള ഉളവാക്കുമെന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ തന്നെയാണ് നടത്തപ്പെടുന്നത്. തൽക്കാലം ഈ വീഡിയോ വാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവർ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദയവായി ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് പോകുക. കാരണം നിങ്ങളുടെ ലൈക്കും ഷെയറുമാണ് ചാനലിൽ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം. ലൈക്ക് ഇല്ലെങ്കിൽ ചാനൽ എൻ്റെ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് എത്തത്തില്ല, അത് അവിടെ സ്ട്രക്കായി പോകും. ദയവായി വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്ത് പോകുക. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.